ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷഫീഖ് വടക്കാങ്ങര. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ റിപ്പയറിംഗ് ആണ്. സാധാരണഗതിയിൽ ഇൻഡക്ഷൻ കുക്കർ റിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളുമായിട്ട് കൂടുതൽ പരിചയവും ബന്ധം വേണം. എന്നാൽ ഇപ്പോൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ പരിചയമോ ബന്ധമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കമ്പോണൻസിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലെങ്കിലും സർവീസ് ചെയ്യാവുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു ബെൻസു എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഏത് കമ്പനിയുടേതാണെങ്കിലും സ്വിച്ച് ടൈപ്പായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറുകൾക്ക് ഒക്കെ വരുന്ന ഒരു ഫാൾട്ട്, നോർമലായിട്ട് വരുന്നൊരു ഫാൾട്ടാണ് അത് ഓണാവാത്ത അവസ്ഥ. നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൻ്റെ കൂടെയുള്ള LED ഇവിടെ കത്തുന്നുണ്ട്, പക്ഷെ നമ്മളിത് എത്ര നോക്കിക്കഴിഞ്ഞാലും ഇത് ഓണാവില്ല. ഈ ഒരു കണ്ടീഷനിൽ ചിലതിൽ സ്ക്രീനിൽ ജസ്റ്റ് ഒരു ലൈന് മാത്രം വന്ന് നിൽക്കാറുണ്ട്, ബാക്കി മോഡുകളൊന്നും പ്രവർത്തിക്കാത്ത ഒരവസ്ഥ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയെ പറയുന്ന പേര് സ്റ്റാൻഡ് ബൈ മോഡ് എന്നാണ്. തീരെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ ലൈറ്റ് പോലും കത്താത്തൊരവസ്ഥയാണെങ്കിൽ അതിനെ ഡെഡ് എന്ന് പറയും. ഈ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, അപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ മോഡിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഓണാവാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇത് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ചെറിയ ലളിതമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഇതിന് കാരണം വരുന്നത് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരിക. നമുക്ക് സ്വിച്ച് ഒന്ന് നോക്കാം. ഇത് നേരെ നമ്മൾ അതിൻ്റെ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഈ കാണുന്ന ഒരു പിന്നുകൾ, ഓക്കെ, ഇതിവിടെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു പോയിൻ്റാണ് അതിൻ്റെ സ്വിച്ചിൻ്റേത്. 4 പിന്നുകളാണ് സ്വിച്ചിന് ഉണ്ടാവുക, എന്നാൽ അതിലെ 2 പിന്നുകൾ മാത്രമാണ് ബോർഡിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 2 പിന്നിനെ മാത്രം 2 ട്രാക്കുകളിലാക്കിയിട്ട് ഇവിടെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വളരെയധികം എളുപ്പമാണ്. ജസ്റ്റ് ആ സ്വിച്ചിൻ്റെ പോയിൻറ്റിനെ നമ്മളൊന്ന് ഷോർട്ടാക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് ഷോർട്ടാക്കി കൊടുക്കുകയാണ്. ഇത് ഷോർട്ട് ചെയ്തോട് കൂടിയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആവുന്നതായിട്ട് കാണാം. അവിടെ പുറത്ത് ഫാന് കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഷോർട്ടാക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്വിച്ച് തന്നെയാണ്. നമ്മളിത് നേരിട്ട് നിൽക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കുക്കർ ഓൺ ആവുന്നില്ല, എന്നാൽ ഷോർട്ടാക്കി കൊടുത്താൽ അത് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്വിച്ചിനെ ഒന്ന് മാറ്റിയിട്ടാൽ. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഷോർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഡിസ്പ്ലേക്ക് വന്ന് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പാത്രമൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ പ്രവർത്തിപ്പിക്കാം. ഇതിൽ നോർമലി ഇത് പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ നമുക്കിവിടെ ലോഡ് പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ലൈന് മാത്രമായിട്ട് വന്ന് നിൽക്കുന്നത്. പാത്രം കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പ്രവർത്തിച്ചോളും. അപ്പോൾ ഇനി വേണ്ടത് ആ ഒരു സ്വിച്ചുകളെ മാറ്റി വെക്കുകയാണ്. നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ മൈക്രോ സ്വിച്ചുകളാണ്. ഇത്തരത്തിലുള്ള സ്വിച്ചിനെയാണ് നമ്മളിതിൽ ഇൻഡക്ഷൻ കുക്കറുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി വെക്കുന്ന ഭാഗത്തേക്ക് കിടക്കാം. നമ്മൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് അഴിച്ചു വെക്കണം. നേരത്തെ അഴിച്ചതുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനലിൽ മാത്രം അഴിച്ചാൽ മതി. ഈ ബോർഡിനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിൽ ഈ ഭാഗത്തേക്ക് ഒരു ക്ലിപ്പ് കണക്ട് ചെയ്തതായിട്ട് കാണാം. അതിനെ ഒന്ന് ഊരിയെടുക്കുക. അതിനെ ഊരിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫ്രണ്ട് പാനലാണ്. ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത് ഈ ബോർഡുകൾ കണക്ട് ചെയ്ത സ്വിച്ചുകളും അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് കണക്ട് ചെയ്ത ഈ ഒരു ഭാഗത്തെയാണ് ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സ്ക്രൂ അയച്ചെടുക്കാം. ഓക്കെ, ഈ ബോർഡിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് സ്വിച്ചുകൾ ഇത് മൈക്രോ സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകളാണ് ഇതിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ കുറേ സ്വിച്ചുകളുണ്ട്. ഇത് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്വിച്ചിൻ്റെ ഇതേ ഹൈറ്റിലുള്ള സ്വിച്ച് തന്നെ നമ്മൾ മേടിക്കണം. ഇത് പല വലുപ്പത്തിലുള്ള സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ ഭാഗം കുറച്ച് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെയിം വലുപ്പമാണ്, രണ്ടിൻ്റെയും ഒരേ ഹൈറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹൈറ്റ് കൂടാതെ അതേ വലുപ്പം തന്നെ ഉള്ളത് മേടിക്കാം. ഇനി ഇതിനെ ഡിസോൾഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഈ കമ്പോണൻറ്റിനെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡിസോൾഡറിങ് വിക്കും അതുപോലെ തന്നെ സോൾഡറിങ് അയണുമാണ്. ഡിസോൾഡറിങ് വിക്കിന് പകരം ഡിസോൾഡറിങ് പമ്പ് ഉണ്ടെങ്കിൽ പമ്പ് ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യാം. ഇപ്പം നമ്മളിതിനെ ഡിസോൾഡർ ചെയ്തെടുക്കുകയാണ്. ഡിസോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസോൾഡറിങ് വിക്ക് എന്ന് പറയുന്നതാണിത്. ഡിസോൾഡറിങ് വിക്ക് അല്ലെങ്കിൽ ഡിസോൾഡർ വയർ എന്നൊക്കെ പറയും. ഇതൊരു ചെമ്പ് കമ്പിയുടെ ഒരു സ്ട്രിപ്പ് പോലെയുള്ളതാണ്. ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഏത് കമ്പോണൻറ്റിനെയാണോ ഊരേണ്ടത് അതിൻ്റെ മുകളിൽ ഇതിനെ വെച്ച് കൊടുക്കുക.
അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ സോൾഡറിങ് ആണ് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ലെഡ് പൂർണ്ണമായിട്ടും ഈ ഒരു ഡിസോൾഡറിങ് വിക്കിലേക്ക് പോരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പ്രാവശ്യം ലെഡ് ഈ ഡിസോൾഡറിങ് വിക്കിലായി കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ വെച്ച് വീണ്ടും ഡിസോൾഡർ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഡ് അങ്ങോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വേറെ ഭാഗത്ത് വെച്ചിട്ട് വേണം അടുത്തത് ഡിസോൾഡർ ചെയ്യാൻ. സോൾഡറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കട്ടെ ഈ വർക്ക്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എവിടെയാണോ ഡിസോൾഡർ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഡിസോൾഡറിങ് വിക്കിനൊന്നിങ്ങനെ വെച്ച് കൊടുത്തു. അങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ലെഡൊക്കെ ഡിസോൾഡറിങ് വിക്കിലേക്ക് ഇങ്ങനെ പോരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ചില ലെഗുകൾ മാത്രമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ലെഡിനെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഒന്നുകൂടെ സോൾഡർ ചെയ്യുക. അതിന് ശേഷം ഡിസോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പെർഫെക്റ്റായിട്ട് ലെഡുകൾ ഇങ്ങോട്ട് പോരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ലെഗുകളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ലെഗൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കാണാം. ഒരു ഹോളവിടെ പ്രത്യേകം കാണുന്നുണ്ടാവും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലെഗിനെ നമുക്ക് ഊരിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സൈഡിലെ ഭാഗം നമ്മൾ ഡിസോൾഡറിങ് വിക്ക് വെച്ചിട്ടും കിട്ടുന്നില്ല, ഈ ഒരു ഭാഗം. അപ്പോൾ ആ കിട്ടാത്തതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ കിട്ടിയതോട് കൂടിയത് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സ്വിച്ചിനെ നമുക്ക് ഊരിയെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇനി ഒന്ന് അതിനെ പൊക്കി വെച്ചിട്ട് ഒന്ന് ഇവിടെ സോൾഡറിങ് ആണ് വെച്ച് കൊടുക്കുക. അതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാഗം ഊരി പോന്നോളും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വിച്ച് പൂർണ്ണമായിട്ടും ഊരി പോന്നിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു സ്വിച്ച് വെച്ച് കൊടുക്കണം. സ്വിച്ച് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഹോളുകളൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതിൽ നിന്നുള്ള ലെഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തോണ്ടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡിസോൾഡിങ് വിക്ക് വെച്ചിട്ടോ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് നമുക്ക് ആ ഹോളുകൾ കാണാം. ഇനി അതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന സ്വിച്ചിനെ ഫിറ്റ് ചെയ്യണം. സ്വിച്ചിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി സ്വിച്ചിനെ വെച്ച് കഴിഞ്ഞാൽ അത് സോൾഡർ ചെയ്യാണ് വേണ്ടത്. സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് ലെഗ് വേണമെങ്കിൽ ഒന്ന് വളച്ച് വെക്കാം. എന്നാൽ അത് ബോർഡിൽ നിന്ന് ചാടി പോരാതെ കറക്റ്റായിട്ട് അവിടെ തന്നെ നിന്നോളും. ഇനി വേണ്ടത് ആ സോൾഡർ ചെയ്യേണ്ട പോയിന്റിൽ ഒരു സൈഡിൽ അയണിനെ ചെരിച്ച് വെക്കുക, അടുത്ത സൈഡിൽ കുറച്ച് ലെഡും വെച്ച് കൊടുക്കുക. ലെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം അയണത്തിന് അവിടെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. പെട്ടെന്ന് എടുക്കരുത്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിഞ്ഞ് ചെറിയ ഭാഗങ്ങളൊക്കെ നിൽക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം വെച്ചതിന് ശേഷം അയൺ എടുക്കുക. അയൺ എടുക്കുന്നതോട് കൂടിയിട്ട് സോൾഡറിങ് അവിടെ നീറ്റായിട്ട് നടന്നിട്ടുണ്ടാവും. ഈ ഒരു ഭാഗം കൂടെ ചെയ്തു. ഇപ്പം നമ്മൾ പവർ സ്വിച്ച് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ സ്വിച്ചും മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഉപകരണം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എല്ലാ സ്വിച്ചുകളും ഒരേ സമയത്ത് ഫിറ്റ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് എല്ലാതും കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മളിത് കസ്റ്റമർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ ഏതെങ്കിലും സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടൊക്കെ വരും. അപ്പോൾ എല്ലാ സ്വിച്ചിനെയും കൂടി ഇപ്പോൾ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡിസോൾഡറിങ് വിക്ക് അല്ലെങ്കിൽ ഡിസോൾഡറിങ് പമ്പ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇത് ട്യൂസറാണ്, കമ്പോണൻസ് ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. റെക്കമെൻഡ് ചെയ്യാവുന്നതല്ല, എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മതിയായ ടൂൾസ് ഒന്നും കയ്യിലില്ലെങ്കിലൊക്കെ ചെയ്യാം. എന്ത് ചെയ്യാൻ മതി, സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് ഇതിനൊന്ന് ലോഡാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലൊന്ന് ഫോഴ്സ് ചെയ്ത് പിടിക്കുക. ഈ ലെഗിൽ നമ്മൾ സോൾഡറിങ് ആണ് വെച്ച് കൊടുക്കുക. സോൾഡറിങ് ആണ് വെക്കുന്നതോട് കൂടി ആ ഭാഗം ഫ്രീ ആയിട്ട് ഊരി പോകുന്നു. ഇനി ഇവിടെ ഒന്നുകൂടെ ആണ് വെച്ച് കൊടുത്താൽ മതി. സ്വിച്ച് ഇവിടെ ഊരി പോന്നിട്ടുണ്ട്. ഇങ്ങനെ ഊരി എടുക്കാം. അങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലെഡ് ഉണ്ടാവും. ആ ലെഡിനെ നമുക്ക് അയൺ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ തന്നെ അത് പോരും. ഓക്കെ, ചിലതിൽ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹോളൊക്കെ ഫ്രീ ആയി, പക്ഷേ ഇപ്പുറത്തെ ഹോളൊന്നും ഫ്രീ ആയിട്ടില്ല. അങ്ങനെ ഫ്രീ ആവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് ഒന്ന് ട്യൂസർ കൊണ്ട് തന്നെ ആ ഹോളിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് പോന്നോളൂ.
പ്ലഗ് അവിടെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലും വേണമെങ്കിൽ ഊരിയെടുക്കാം. നമുക്ക് ഡിസോൾട്ടിങ് വിക്കോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഇതായിരിക്കും ഇങ്ങനെ എടുക്കുന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡിലെ പ്രിൻ്റ് കട്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പ്രിൻറ്റുകൾ കട്ടായി പോരുത്. പ്രിൻ്റ് കട്ടാവെന്ന് പറയുമ്പോൾ അവിടെ ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു വരകൾ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെമ്പിൻ്റെ ട്രാക്ക് ഉണ്ട്, കോപ്പർ ട്രാക്കാണ് അതിൻ്റെ ഉള്ളിലൂടെ കാണുന്നത്. അത് കട്ടായി പോവാതെ വേണം ഇങ്ങനെ കമ്പോണൻറ്റ് ഊരിയെടുക്കാൻ. അപ്പോൾ ഡിസോൾട്ടിങ് വിക്ക് വെച്ചിട്ട് ചിലത് ഊരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്വിച്ചിലേക്ക് ഒന്നുകൂടെ അയൺ വെച്ചിട്ട് സോൾഡർ ചെയ്യുക, കുറച്ച് ലെഡൊക്കെ ആക്കി കൊടുക്കുക അങ്ങോട്ട്. കാരണം വെച്ചാൽ കുറേ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ മുകളിൽ കോട്ടിങ് വന്നിട്ടുണ്ടാവും, ചെറിയ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് അങ്ങോട്ടൊരു കോട്ടിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡിസോൾട്ടിങ് വിക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് അവിടെ ആ ലെഡ് പോരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബോർഡിൽ സ്വിച്ചുകളെല്ലാത്തിനെയും ഊരി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്വിച്ചിനെയും കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. ഓരോ സ്വിച്ചും വെക്കാനുള്ള സ്ലോട്ടുകളിലായിട്ട് നമുക്ക് സ്വിച്ചുകൾ വെച്ച് കൊടുക്കാം. സ്വിച്ചിൻ്റെ ഹോളുകളൊക്കെ ആദ്യം ക്ലിയർ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഇനി അവിടെ നമുക്ക് സ്വിച്ചിനെ അമർത്തി വെക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. എല്ലാ ഇൻഡക്ഷൻ കുക്കറുകൾക്കും ഓൺ ആവുന്നില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. വേറെ പല കംപ്ലയിൻറ്റുകൾ വരാം. ആദ്യം ഇതേപോലത്തെ സ്റ്റാൻഡ് ബൈ എന്നുള്ളൊരു അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ സ്വിച്ചിനൊന്ന് നോക്കുക. സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വിച്ച് കൊണ്ട് മാത്രമൊന്നുമില്ല സ്റ്റാൻഡ് ബൈൻ്റെ കംപ്ലയിൻറ്റ് വരിക. ഇതല്ലാതെ ഇതിൻ്റെ ഉള്ളിലുള്ള വേറെ ഐസികളുടെ കംപ്ലയിൻറ്റുകളും ഒക്കെ കാരണം ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്, സ്റ്റാൻഡ് ബൈ ആവുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ എന്ത് അവസ്ഥയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം ഒന്ന് സ്വിച്ച് ഷോർട്ടാക്കി വെക്കുക. സ്വിച്ച് ഷോർട്ടാക്കുന്ന സമയത്തും അത് വർക്ക് ചെയ്യണില്ലെങ്കിൽ, ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോണൻസിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മറ്റു ഭാഗങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചൊരു ധാരണയും വേണം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കമ്പോണൻറ്റുകളെ ചെക്ക് ചെയ്യാനും അറിയണം. എല്ലാ കമ്പോണൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള സർക്യൂട്ടിലേക്ക് നോക്കി പോകാൻ പറ്റുള്ളൂ. നമ്മളിതിൽ എല്ലാ സ്വിച്ചുകളും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആ സ്വിച്ചുകളെല്ലാത്തിനെയും നന്നായിട്ട് സോൾഡർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനും സോൾഡർ ചെയ്ത് ഉറപ്പിക്കുക. സോൾഡർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അപ്പുറത്തുള്ള മറ്റ് കമ്പോണൻറ്റുകളിലൊന്നും കൂട്ടി ഷോർട്ട് ആവരുത്. അയണ് വെച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിഞ്ഞിട്ട് ചെറിയൊരു മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ലെഡുകളുടെ അംശങ്ങളൊക്കെ വരലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടെ സോൾഡർ ചെയ്തിട്ട് അടിയിലേക്ക് തന്നെ ഉറപ്പിക്കുക. അങ്ങനെ പൊന്തി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് വേറെ ബോർഡുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ബോർഡിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് വേറെ കംപ്ലയിൻറ്റുകളൊക്കെ വരും. അതുകൊണ്ട് അത് സോൾഡർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോൾഡറിങ് പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ഒന്ന് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും. എയർ ബബിളുകളൊക്കെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ സോൾഡർ ചെയ്യുന്ന ഇടയിൽ ചില ഭാഗം വീർത്ത് പൊള്ളച്ച് നിൽക്കുന്നൊരവസ്ഥയൊക്കെ വരും ഈ ലെഡിൻ്റെ. അതങ്ങനെ വീർത്ത് പൊള്ളച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പൊട്ടിച്ചാടി കഴിഞ്ഞാൽ ഷോർട്ടാവും ചെയ്യും. പിന്നെ ഈ സർക്യൂട്ട് നമ്മുടെ ഇപ്പോൾ സ്വിച്ചിൽ ഉള്ള ഭാഗമാണ് ചാടിയെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സ് ഉപയോഗിച്ചിട്ടും സോൾഡർ ചെയ്യാം. കറക്റ്റായിട്ട് സോൾഡറിങ് പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ സോൾഡറിങ് നല്ല പ്രോപ്പറായിട്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലെക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് സോൾഡർ ചെയ്താൽ തന്നെ മതി. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ബോർഡിലുള്ള എല്ലാ സ്വിച്ചുകളും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇതുപോലെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ലെഡിൻ്റെ അംശങ്ങളൊക്കെ പലയിടത്തും നിൽക്കുന്നത് കാണാം. അതിനൊക്കെ ഒന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം കേട്ടോ. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വേറെ പണി ചെയ്യാൻ നിങ്ങൾക്ക് തിന്നർ ഇട്ടിട്ട് ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. തിന്നറാക്കുക, എന്നിട്ട് ടൂത്ത് ബ്രഷ് കൊണ്ട് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാലും അതെല്ലാം പോയിക്കോളും. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോർഡിനെ നേരത്തെ ഇവിടെ നിന്ന് ഊരിയ സോക്കറ്റിൽ തന്നെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ സോക്കറ്റിൽ കണക്ട് ചെയ്തു. ഈ ബോർഡിനെ തൽക്കാലം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം സർക്യൂട്ടൊക്കെ വർക്കിംഗ് ആണെങ്കിൽ മാത്രം ബോർഡിൽ ഫിക്സ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ കേസിനെ വെക്കുക. കേസിനെ വെച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അവിടെ വെക്കുന്നുണ്ട്. വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്യാണ്. ഏതെങ്കിലുമൊക്കെ ഒരു മോഡിലിട്ട് നോക്കാം. ഓക്കെ, ടൈമറിൻ്റെ മോഡാണ് ഓൺ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് അമർത്തി സ്വിച്ചുകൾ ഒരു ലാസ്റ്റ് വാട്ടർ സൂപ്പിൻ്റെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സൂപ്പിൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ ഓൺ ആക്കിയത്. അപ്പോൾ അതിലിവിടെ ഓൺ ആയിട്ടുണ്ട്. 2 മിനിറ്റ് വരേക്ക് ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് സമയം. സാധാരണ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു പ്രവർത്തനം തന്നെ. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തിളക്കുന്നതായിട്ട് കാണാം, തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്വിച്ചെല്ലാം പെർഫെക്റ്റായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. ഓരോ മോഡൊന്ന് നെക്കി നോക്കാം. ഓരോ മോഡും നെക്കുന്ന സമയത്ത് അത് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇലക്ട്രിസിറ്റി അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റുള്ള ടൈമറാണ്. ടൈമർ എല്ലാത്തിലും വർക്ക് ചെയ്യില്ല, ചില മോഡുകൾ മാത്രമേ ടൈമർ വർക്ക് ചെയ്യുള്ളൂ. ഓരോ സ്വിച്ചുകൾ നിൽക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രവർത്തനം അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബോർഡ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിലവിൽ നമുക്ക് ഈ ബോർഡിലുള്ള ഈ ബാക്ക് ഭാഗത്തുള്ള സപ്ലൈയിലും തൊട്ട് കഴിഞ്ഞാലൊന്നും ഷോക്ക് അടിക്കില്ല. പക്ഷേ എല്ലാ സർക്യൂട്ടും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് പവർ സപ്ലൈനനുസരിച്ചാണ് വരിക. ചില പവർ സപ്ലൈകൾ ഭയങ്കര ലോക്കലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും, അതിൽ ഐസൊലേഷൻ കറക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, സ്വിച്ചിൽ തൊട്ടാൽ തന്നെ ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ ആദ്യം എന്തെങ്കിലും ടെസ്റ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് ഷോർട്ട് ആക്കുക. അതിനുശേഷം ബോർഡിൽ തൊടാതെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സർക്യൂട്ട് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ധൈര്യമായിട്ട് നമുക്ക് തൊടാൻ പറ്റുന്നത്. തൊട്ട് കഴിഞ്ഞാലും ഷോക്കൊന്നും അടിക്കാത്തത്. ഇനി ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ടൈപ്പ് വരാറുണ്ട്. അതിനും ഇവിടെ ചെറിയൊരു സ്പ്രിങ് പോലത്തെ ഒരു ഭാഗമാണ് ഉണ്ടാവുക. അതിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷോക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പ്രോപ്പറായിട്ട് വർക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ നേരെ സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൽ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കതിനെ നേരെ ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഫിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ കേസിലേക്ക് അതിനെ ഉറപ്പിച്ച് വെക്കണം. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനെ നമ്മൾ മുഴുവൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്നുകൂടെ പ്രവർത്തിച്ച് ഉറപ്പ് വരുത്താം. ഇപ്പോൾ നമ്മളിത് ഓണായി. ഇനി നമ്മളൊരു മോഡിലേക്ക് ഇട്ടാണ്. ഇവിടെ ഹോട്ട്സ്പോട്ട് എന്നുള്ള മോഡിലിട്ടു. ഇപ്പോൾ ഇതിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. 1300 വാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വാട്ടേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2000 വാട്ടിലേക്ക് എത്തി. അങ്ങനെ പവർ കുറയ്ക്കുക കൂട്ടിയും കാര്യങ്ങളെല്ലാം എല്ലാ സ്വിച്ചുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടൈമർ വർക്ക് ചെയ്യുന്നത് ഹോട്ട്സ്പോട്ട് എന്നുള്ള മോഡിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇതിലിട്ട് കഴിഞ്ഞാൽ ടൈമർ നമുക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എല്ലാ സ്വിച്ചും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ചുകളുടെ കംപ്ലയിൻറ്റ് സ്റ്റാൻഡ് ബൈ മോഡിലാണെങ്കിൽ മാത്രം ഇങ്ങനെ ഈ ലൈറ്റ് മാത്രം കത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ചില ഇൻഡക്ഷൻ കുക്കറിൽ ഇവിടെ ഒരു ലൈന് മാത്രം, ഇപ്പോൾ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ കാണുന്ന ഈ ലൈന് മാത്രം വരുന്ന കണ്ടീഷനാണ് വരിക. പ്ലഗ് ചെയ്താൽ ആകെ ഈ ലൈന് മാത്രമേ വരുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വിച്ച് നോക്കിയിട്ടും ഒരു മാറ്റവും വരുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ തരത്തിൽ ചെയ്യേണ്ടത്. തീരെ ഓണാവാത്ത കംപ്ലയിൻറ്റുകൾക്ക് ഉള്ളൊരു നന്നാക്കേണ്ട മെത്തേഡല്ല ഇത്. തീരെ ഓണാവാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള IGBTയോ അതുപോലെ ICയോ പവർ സപ്ലൈയോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻറ്റുകളാണ് വരിക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.